സുഹൃത്തുക്കളെ, നമ്മൾ സ്വച്ഛ് ഭാരതിൻ്റെ മാഹി ക്ലീൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ 2-ന് നമ്മളിവിടെ നമ്മുടെ ദേശം വൃത്തിയാക്കുന്ന ഈ ഒരു പദ്ധതിയിൽ ഇവിടെ എത്തിയ മാറൂർ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ അംഗങ്ങളോടും നമ്മൾ വലിയ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്രാവശ്യം മാഹിയിലുള്ള നമ്മുടെ വനിതകളെ അവരയച്ചു തന്നിട്ടുണ്ട്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ നമ്മൾ ഇതേപോലെ തന്നെ നിലനിർത്തി നമ്മളെ പ്രദേശം വളരെ വൃത്തിയായി സൂക്ഷിക്കുവാൻ എപ്പോഴും നമുക്ക് കഴിയണം. അതിനൊരു പ്രത്യേകതയും അതിൻ്റെ ഇവിടെ കടന്നു വരുമ്പോൾ തന്നെയുള്ള ആ ഒരു ഭംഗി വേറെ തന്നെയാണ്. അത് നമുക്ക് മാറൂർ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവരും സ്വയം ചിന്തിച്ചുകൊണ്ട് തന്നെ അത് നിലനിർത്താൻ നമുക്ക് ശ്രമിക്കണം. അതിന് എല്ലാവരോടും സഹകരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഗോപിഭാഷയെ ക്ഷണിച്ചു കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, 2020 സ്വച്ഛതാ ഭാരതിൻ്റെ ഭാഗമായിട്ട് മാഹി മുനിസിപ്പാലിറ്റിയുടെയും മാഹിയിലുള്ള മുഴുവൻ റെസിഡൻസ് അസോസിയേഷൻ്റെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശുചീകരണ വാരമാണ് ഇന്ന് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത എല്ലാ മാഹിയിലെ മുനിസിപ്പൽ ജീവനക്കാർക്കും അതോടൊപ്പം നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. അതാത് പ്രദേശത്തുള്ള ജനങ്ങൾ തന്നെയാണ് അതാത് പ്രദേശം വൃത്തിയാക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമായി ഇന്ന് അസോസിയേഷനിൽ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും ജെഫ്ഐയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു. ദിനമായ ഒക്ടോബർ 2-ന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അസോസിയേഷൻ ഭാരവാഹികൾക്കും കുടുംബാംഗങ്ങൾക്കും അസോസിയേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മാർവൽ അസോസിയേഷനിലെ അംഗങ്ങൾക്കും അതിനോട് സഹകരിച്ച രണ്ട് മുനിസിപ്പാലിറ്റി ജീവനക്കാരെയും അഭിനന്ദിക്കുന്നു. സ്വച്ഛ് ഭാരതത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ മാഹി മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാരും മാർവൽ റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങളും ഇവിടെ ഇന്ന് ശുചീകരണ പ്രവർത്തനം നടത്തി. എന്നിവിടെ പങ്കുചേർന്ന എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.
ആരോഗ്യവും ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ സാംസ്കാരിക സമ്പന്നതയെ സൂചിപ്പിക്കുന്ന അളവുകോലാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തിന് വിഭാവനം ചെയ്ത മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒരാഴ്ചക്കാലം സേവനപരമായി നാം ആഘോഷിച്ച കാലഘട്ടമുണ്ടായിരുന്നു. നമ്മുടെ ഭരണാധികാരികൾ മുൻവിധിയോടുകൂടി അല്ലെ നമ്മുടെ പ്രദേശത്തിൻ്റെ ശുചിത്വത്തിനും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജന്മദിനം സേവനപരമായി നാം ആഘോഷിച്ചിരുന്നത്. അത് ചുരുങ്ങി ഇന്ന് ഒരു ദിവസമായി മാത്രമാണ് നാം ആഘോഷിക്കുന്നത്. ഇത് ഇനിയും തുടർന്ന് നമ്മുടെ പ്രദേശത്തിൻ്റെ വൃത്തിക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഉതകുന്ന ഒരു കൂട്ടായ്മ നമ്മുടെ ഭാരത് പ്രസിഡന്റ് അസോസിയേഷൻ നടത്തുന്നത് ഇനിയും ഉണ്ടാകണം എന്നാണ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മുനിസിപ്പാലിറ്റിയും മാർബിൾ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ഇന്നിവിടെ നമ്മുടെ പ്രദേശം ശുചീകരിച്ച ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.